कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे കൊട്ടിയൂർ ഉത്സവത്തിനോടനുബന്ധിച്ച് മണത്തണ എന്ന ഗ്രാമത്തിലേക്ക് എത്തിയ നാം മണത്തണയെ അറിയുകയാണ്, മണത്തണയെക്കുറിച്ച് പറയുകയാണ്, മണത്തണയിലെ സൗഭാഗ്യങ്ങളെ അനുഭവിക്കുകയാണ്. ഇങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നാം പറഞ്ഞു, കൊട്ടിയൂർ പെരുമാളുടെ ശൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയാണ് മണത്തണയും കൊട്ടിയൂരും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേശവുമെല്ലാം. ഇവിടെയെല്ലാം പെരുമാൾ മഹാദേവനാണ്. എന്നാൽ മണത്തണയിലാകട്ടെ 30-ന് താഴെയുള്ള ദേവീക്ഷേത്രങ്ങളുണ്ട് പലയിടത്തായി. ഇന്നും ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ശക്തി വിശ്വാസങ്ങൾ, ശാക്തേയ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു മണത്തണയിലെന്ന് നിസ്സംശയം പറയാനാകുമ്പോൾ സ്ത്രീകൾ പൂജിച്ചിരുന്ന, സ്ത്രീകൾക്ക് സ്ഥാനമുള്ള, അഗസ്ത്യമുനിയുടെ പത്നിയായ ലോപാമുദ്രയെ പോലെയുള്ള യോഗിനിമാർ പാർത്തിരുന്ന മണത്തണയെക്കുറിച്ചും നാം മനസ്സിലാക്കി. ശൈവാരാധനയും ശക്തേയ സമ്പ്രദായങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദർശനം നടത്തുന്നതിലൂടെ ഇവിടെ വൈഷ്ണവ ആരാധനയും തത്തുല്യമായ പ്രാധാന്യത്തോടു കൂടി ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായി. എന്നാൽ ഇതെല്ലാം ചേരുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടാകുമോ? അങ്ങനൊരു അന്വേഷണമാണ് ഇന്നത്തെ ദിവസം നമുക്ക് നടത്താനുള്ളത്. ഏതായാലും കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം അമ്മയുടെ വാക്കുകൾ. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കൊട്ടാരത്തിലെ കലവറക്കാരനെ പാട്ടിലാക്കിയ ഒരു മത്തങ്ങ കിട്ടിയെന്നു വരും. രാജാവിനെ പ്രീതിപ്പെടുത്തിയാൽ ഖജനാവിലെ മുഴുവൻ സമ്പത്തും നമ്മുടേതാകും. പാലിനെ ആശ്രയിച്ചാൽ തൈരും മോരും വെണ്ണയും എല്ലാം കിട്ടും. അതുപോലെ ഈശ്വരനെ ആശ്രയിച്ചാൽ ആധ്യാത്മികവും ഭൗതികവുമായ നേട്ടമുണ്ടാകും. ഈശ്വര ചിന്ത കൊണ്ട് നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും ഐശ്വര്യമുണ്ടാകും. അമ്മയുടെ ഈ വാക്കുകൾ ഗൃഹത്തിനും സമൂഹത്തിനും ഐശ്വര്യമാകട്ടെ. കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് നാം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇതാദ്യമായിട്ടല്ല കാഞ്ഞിരപ്പുഴയെ നാം കാണുന്നത്. മണത്തണയെ കാണുവാൻ ആദ്യം നാം എത്തിയപ്പോൾ, മണത്തണയെ നാം പരിചയപ്പെട്ടപ്പോൾ കാഞ്ഞിരപ്പുഴയെ കണ്ടിരുന്നു. ഇവിടുത്തെ വൈശാഖം കുളി എന്ന ആചാരത്തെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ കാഞ്ഞിരപ്പുഴയ്ക്ക് ഈ ഒരു സ്വഭാവമായിരുന്നില്ല. മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തെളിഞ്ഞ് ഒന്ന് മെലിഞ്ഞ് ഒഴുകുന്ന പുഴയാണ് നാം കണ്ടത്. പക്ഷേ പിന്നീട് പെയ്ത മഴ, ഇന്നലെയൊക്കെ ശക്തമായ മഴയായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞ് പെയ്തു തുടങ്ങിയ മഴ രാവിലെ വരെയും നിന്നിരുന്നു. ആ മഴയത്ത് പുഴയാകെ കലങ്ങി ഒഴുകുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്. കാഞ്ഞിരപ്പുഴയ്ക്ക് മണത്തണയുടെ വിശ്വാസങ്ങളുമായി കൊട്ടിയൂരിൻ്റെ വിശ്വാസങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് നാം അറിഞ്ഞതാണ്. അപ്പോൾ ആ കാഞ്ഞിരപ്പുഴയ്ക്ക് അക്കരെ ഇക്കരെ എന്നുള്ള വിശ്വാസങ്ങൾ പലതുണ്ടല്ലോ.
ഇത്തവണ നാം കാഞ്ഞിരപ്പുഴയ്ക്ക് ഇക്കരെ, മണത്തണയിൽ തന്നെയാണ് എങ്കിലും കാഞ്ഞിരപ്പുഴയ്ക്ക് ഇക്കരെ നിൽക്കുകയാണ്. ഇക്കരെ ഒരു ശൈവ സാന്നിധ്യമുള്ള പ്രദേശത്തേക്കാണ് നമ്മുടെ യാത്ര. ശൈവ സാന്നിധ്യമെന്ന് വൈഷ്ണവ സാന്നിധ്യമെന്ന് വേർതിരിച്ച് പറയാനാകാത്ത ഒരു സങ്കല്പം. അതാകട്ടെ കണ്ണൂരിൻ്റെ തന്നെ ഏറ്റവും തീവ്രമായ വിശ്വാസങ്ങൾ നിലകൊള്ളുന്നൊരു സങ്കല്പം കൂടിയാണ്. ആ സങ്കല്പത്തെ അറിയുവാനായി നാം എത്തുന്നത് ഒരു കാവിലേക്കാണ്, ഒരു ചെറിയ കാവിലേക്ക്. കാവിലേക്കുള്ള യാത്രയാണ് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് നാം ഇന്ന് തുടങ്ങി വയ്ക്കുന്നത്. കാടിറങ്ങി വരുന്ന തമ്പുരാന്മാരും കാടിറങ്ങി വരുന്ന തമ്പുരാട്ടികളും നിലകൊള്ളുന്ന ദേശം, അതുകൂടിയാണ് മണത്തണം. ഇന്നും വനമിവിടെ ശക്തിഭാവത്തിൽ, ശക്തയ സമ്പ്രദായ പൂജകൾക്കെല്ലാം അടുത്തിട്ടായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം വ്യത്യസ്തമാണ്. വനം നിൽക്കുന്നത് കൊണ്ട് മാത്രം വനത്തിൻ്റെ ശബ്ദം പോലെ, വനത്തിനുള്ളിലെ ഗംഭീരമായ ഭാവം പോലെ, അതിൻ്റെ രാഗത്തിലും താളത്തിലും ലയത്തിലും സംസാരിക്കുന്ന മനുഷ്യരുണ്ട് ഇവിടെ. കാടിലെ തേനീച്ച മുളൽ പോലെ അവരുടെ ശക്തമായ ഗംഭീര ഭാവങ്ങളുടെ വിശ്വാസങ്ങൾ അലയടിക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ പഴശ്ശിരാജാവിന് ആത്മവീര്യം കൊടുത്തത് ഈ വനമാണെന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. ആദിപരാശക്തി പ്രകൃതിഭാവത്തിൽ നിന്ന് പഴശ്ശിരാജയ്ക്ക് ബലം കൊടുത്തു, തച്ചോളി ഒതേനന് ബലം കൊടുത്തു. ശങ്കരാചാര്യർക്ക് വേണ്ടത് ആത്മീയമായ ഉണർവായിരുന്നു. അതുകൊണ്ട് ശ്രീവിദ്യാ ഉപാസനാ മന്ത്രം ചൊല്ലിക്കൊടുത്തു. ആർക്ക് എന്തു വേണമോ അത് നൽകുവാൻ, നന്മയുള്ളതാണ് എങ്കിൽ, ഇനി വരുന്ന തലമുറയ്ക്ക് നന്മയുള്ളതാണ് എങ്കിൽ തീർച്ചയായും അത് നൽകുവാൻ തയ്യാറായി നിൽക്കുന്ന പ്രകൃതിയെ ദേവിയായി നാം കാണുകയാണ്. ആ ദേവീഭാവത്തിൻ്റെ വിശ്വാസങ്ങളെ അറിയുവാൻ വേണ്ടി കാടിലൂടെ നടന്ന് നാം എത്തുന്നത് ഒരു മുത്തപ്പൻ തിരുനടയിലാണ്, മടപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശത്ത്. ഈ മടപ്പുരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാഞ്ഞിരപ്പുഴയ്ക്ക് ഇപ്പുറത്ത് ആണ് മടപ്പുരകൾ ധാരാളമായിട്ടുള്ളത്. അപ്പുറത്ത് പെരുമാൾ ദേശത്തിലേക്ക് മടപ്പുരകളും മുത്തപ്പൻ സ്ഥാനങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടം വരെ. അപ്പോൾ കാഞ്ഞിരപ്പുഴയ്ക്ക് ഇപ്പുറത്ത്, മണത്തണയിലാണ് നാം നിൽക്കുന്നതെങ്കിലും കാഞ്ഞിരപ്പുഴയ്ക്ക് ഇക്കരെയാണ് ഇപ്പോഴുള്ളത്. ഈ കാണുന്ന മനോഹരമായ പ്രദേശമാണ് മടപ്പുര. ഈ മടപ്പുരയ്ക്ക് പറശ്ശിനിയുമായി ബന്ധമുണ്ട്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ പോലെ മുത്തപ്പൻ സാന്നിധ്യമാകുന്ന ഒരു കാവാണ് ഇത്, മടപ്പുരയാണ് ഇത്. 308 മടപ്പുരകളാണ് ഉണ്ടാവുക എന്നാണ് പറയുക. 308 മടപ്പുരകളാണ് ആകെയുള്ളത്. അതിൽ പ്രഥമ സ്ഥാനത്തിലുള്ള മടപ്പുരയാണ് ഇവിടുത്തേത് എന്ന് വിശ്വാസം. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. രണ്ടാം പറശ്ശിനി എന്നാണ് ഈ മുത്തപ്പൻകാവ് അറിയപ്പെടുന്നത്. രണ്ടാം പറശ്ശിനി എന്ന് പറയുമ്പോൾ പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ സാന്നിധ്യത്തിന് തത്തുല്യമായ പ്രാധാന്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മടപ്പുര അറിയപ്പെടുന്നത് പുഴയ്ക്കൽ മടപ്പുര എന്നാണ്. പുഴയ്ക്കൽ എന്ന നാമത്തിന് കാരണം പോലും പുഴയുള്ളത് കൊണ്ട് തന്നെ, കാഞ്ഞിരപ്പുഴയാണ് അതിനൊരു കാരണം. മുത്തപ്പൻ്റെ സഞ്ചാരഭൂമികളിലെല്ലാം മടപ്പുരകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും മുത്തപ്പൻ സഞ്ചരിച്ച വഴികളാണിത് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതുകൊണ്ടാണ് തുടക്കത്തിൽ നാം പറഞ്ഞത് ഇവിടെ വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ട്, ശൈവ സാന്നിധ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ശാക്തേയ സമ്പ്രദായ പൂജകളുമുണ്ട്. എന്നാൽ എല്ലാം ചേരുന്ന വിശ്വാസമുണ്ടോ എന്ന്, അതിനുത്തരമാണ് മുത്തപ്പൻ. മുത്തപ്പൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അതേപോലെ തന്നെ ശിവപുത്രനാണെന്നും വിശ്വസിക്കുന്നുണ്ട്. ആദിപരാശക്തിയുടെ സാന്നിധ്യം മാതൃഭാവത്തിൽ അനുഭവിക്കുന്നു മുത്തപ്പൻ എന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന സങ്കല്പമാണ് ഈ മുത്തപ്പ സാന്നിധ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മുത്തപ്പന് തിരുനടയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം, പ്രപഞ്ചത്തെ കാത്തുരക്ഷിക്കുന്ന എല്ലാ ഭാവങ്ങളും, ശൈവ വൈഷ്ണവ ശാക്തേയ സമ്പ്രദായങ്ങളുടെ എല്ലാ ഭാവങ്ങളും നമുക്ക് മേൽ അനുഗ്രഹം ചൊരിയും. മുത്തപ്പൻ്റെ മടപ്പുരയിൽ പൂജ ചെയ്യുന്ന
പൂജാതി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആളെ മടയൻ എന്നാണ് വിശേഷിപ്പിക്കുക. ഇവിടുത്തെ മടയൻ ശ്രീ ഭാസ്കരനാണ്. അദ്ദേഹത്തിനോട് നമുക്ക് സംസാരിച്ചിട്ട് ഈ ഒരു മടപ്പുരയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. ഇപ്പോൾ രണ്ടാം പറശ്ശിനി എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ഒരു മടപ്പുരയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ അറിയണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു പ്രത്യേകത? ഇവിടുത്തെ മടപ്പുര എന്ന് പറഞ്ഞാൽ ഈ ഒരു മടപ്പുര ഇവിടെ പ്രതിഷ്ഠ ശിവലിംഗത്തിൻ്റെ ആണ്. വേറെ ഒരു മടപ്പുരയിലും ഇല്ല എന്നാണ് നമ്മൾ അറിയപ്പെട്ടത്. അപ്പോൾ ഇത് പിന്നെ മറ്റേ ചുരുകിയാണ് ആ വെച്ചത്. അത് മുത്തപ്പന എന്ന് വെച്ചാൽ വാളല്ല, ചുരുകിയാണ്. ചുരുക്കി മാത്രമേ ഉപയോഗിക്കൂ മുത്തപ്പൻ. അങ്ങനെയുള്ളതാണ് ഇവിടെ ഉള്ള ഒരിത്. അതുപോലെ തന്നെ നല്ല ശക്തിയുള്ള കൊട്ടിയൂർ ദേവസ്ഥൻ്റെ കീഴിലുള്ള ഒരു ശക്തമായ ഒരു മടപ്പുരയാണ്. ഇവിടെ എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് സാധിച്ചു കിട്ടും. അതാണ്. ഇതിപ്പോൾ കൊട്ടിയൂർ ദേവസ്ഥത്തിന് കീഴിൽ വേറെ മടപ്പുരകളില്ലല്ലോ? ഇല്ല, ഒറ്റ മടപ്പുരയുള്ളൂ. ഒറ്റ മടപ്പുരയിൽ. അതും ഈ ഒരു മടപ്പുരയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. കൊട്ടിയൂർ ദേവസ്ഥത്തിന് കീഴിൽ വരുന്ന ഏക മടപ്പുരയാണ് പുഴയ്ക്കൽ മടപ്പുര. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. വിഷ്ണുവിൻ്റെ അവതാരമെന്നും ശിവപുത്രൻ എന്നും വിശ്വസിക്കുന്ന മുത്തപ്പൻ. ഈ രണ്ട് സങ്കല്പങ്ങളും ഇവിടെ ഒത്തുചേർന്ന് നിൽക്കുകയാണ്. വൈഷ്ണവ ആരാധനാ സമ്പ്രദായങ്ങളും അതുപോലെ ശൈവ ആരാധനാ സമ്പ്രദായങ്ങളും. അതുകൊണ്ടാണ് പറശ്ശിനിക്കടവിൽ തിരുവപ്പനയും വെള്ളാട്ടവും ഉള്ളത്. രണ്ടും രണ്ട് തരത്തിലാണ്, അല്ലെങ്കിൽ രണ്ട് വിശ്വാസങ്ങളെ ശൈവവും വൈഷ്ണവവുമാണ് പ്രതിനിധീകരിക്കുന്നത്. മത്സ്യത്തിൻ്റെ വാല് പോലുള്ള കിരീടം വെച്ചിരിക്കുന്നത് വൈഷ്ണവ സാന്നിധ്യവും വെള്ളാട്ടം ശിവസാന്നിധ്യവും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഒരു വിശ്വാസങ്ങളെ അറിഞ്ഞുകൊണ്ട് നാം ഈ നിൽക്കുന്ന പ്രദേശം, ഈ നിൽക്കുന്ന പീഠം, ഈ പീഠം അറിയപ്പെടുന്നത് കൈലാസം എന്നാണ്. അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ അല്ലെങ്കിൽ മുത്തപ്പൻ സാന്നിധ്യം, മുത്തപ്പൻ്റെ മടപ്പുരകൾ എവിടെയുണ്ടോ മുത്തപ്പൻ സാന്നിധ്യം ഏറി നിൽക്കുന്ന, ഉത്സവകാലത്ത് പ്രത്യേകിച്ച് ഏറി നിൽക്കുന്ന തറ, അത് കൈലാസമാണ് എന്ന് പറയുമ്പോൾ ശിവപുത്രനാണ് എന്ന വിശ്വാസം തന്നെയാണ് കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. ഇനി കൈലാസം ഇങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തായി നമുക്ക് ബ്രഹ്മകലശം എന്നൊരു പീഠം കാണാം. ആ പീഠത്തിലാണ് ആദിപരാശക്തിക്കുള്ള കലശം അർപ്പിക്കുന്നത്. ആദിപരാശക്തിക്കുള്ള കലശം അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുത്തപ്പൻ്റെ അമ്മയ്ക്ക് നൽകുന്ന പൂജയായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ശ്രീപാർവതി സാന്നിധ്യവും ഇവിടെ വന്നു. ശിവപാർവതി പുത്രനായി വൈഷ്ണവ ചൈതന്യം അവതാരം കൈക്കൊണ്ടു എന്ന സങ്കല്പത്തെയാണ് മുത്തപ്പൻ എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. विश्वेश्वराय नरकार्णवतारणाय कर्णामृताय शशिशेखरभूषणाय कर्पूरकुन्दधवलाय जटाधराय दारिद्र्यदुःखदहनाय नमः शिवाय. ഒന്നിലേറെ തറകളും പീഠങ്ങളുമുണ്ട് ഇവിടെ പുഴയ്ക്കൽ മടപ്പുരയിൽ. പുഴയ്ക്കൽ മടപ്പുരയിലെ പ്രധാന ശ്രീകോവിൽ കഴിഞ്ഞ് കൈലാസവും ബ്രഹ്മകലശ സ്ഥാനവും കണ്ട് പിന്നെ നാം ഗുളികൻ തറയിലേക്ക് ചെല്ലുകയാണ്. ഗുളികൻ തറയിലും പ്രത്യേക രീതിയിലുള്ള ആരാധനയാണ് എന്ന് കാണാം. ഇരുമ്പ് ദണ്ഡുകൾ വെച്ചിട്ടുള്ള ആരാധന. ഗുളികൻ ഇവിടെ ഒരു പ്രധാന ആരാധന. നമുക്ക് ഈ കോഴിക്കോട് ഭാഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗുളികന് വലിയ പ്രാധാന്യം കാണാം. തെക്കൻ ദേശങ്ങളിലേക്ക് ഗുളികന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു ദേശത്തിൻ്റെ കാവലാളായോ, ഭയങ്ങൾ, പ്രത്യേകിച്ച് ഇത് കാടാണല്ലോ, അപ്പോൾ കാടിനെ കാക്കുന്ന മൂർത്തിയായോ, കാടിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, കാടിൽ നിന്നുണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന എന്തും അതിനെയൊക്കെ അകറ്റി നിർത്തുവാൻ, എന്നിട്ട് ആ ഒരു കാടിന് അരികിലുള്ള ജനവാസ കേന്ദ്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുന്ന കാവലാളായിട്ടാണ് ഗുളികനെ കരുതുന്നത്. ശരിക്കും ഇത് കാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ജീവിത രീതികളുമായി ബന്ധപ്പെട്ട് ഉള്ള ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ഏറെയുള്ളത്. പക്ഷേ ഇതിനോടൊപ്പം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രവും രീതികളും ഒത്തുചേരുന്നുണ്ട്. നാം എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ ഭാരതത്തിലാകെ ശൈവം വൈഷ്ണവം എന്നിങ്ങനെ രണ്ട് വിഭാഗക്കാർ തമ്മിൽ മത്സരമുണ്ടായിരുന്ന കാലവും ശങ്കരാചാര്യർ വന്നപ്പോൾ ശങ്കരനാരായണ സങ്കല്പമുണ്ടാക്കി ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്തുവാൻ ശ്രമിച്ച കാര്യവുമൊക്കെ നമ്മുടെ ചരിത്രമാണ്. അതുപോലൊരു ചരിത്രം ഇവിടെ ഈ വനപ്രദേശത്തും ഉണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ശൈവ വൈഷ്ണവ സമ്പ്രദായങ്ങൾ തമ്മിൽ ശക്തമായ പോരുകൾ മണത്തനെയും ചുറ്റിപ്പറ്റി നിന്ന കാടുകളിലുമൊക്കെ ഒരിക്കൽ സംഭവിച്ചിരുന്നു, ശൈവ വിശ്വാസികളും വൈഷ്ണവരും തമ്മിൽ. അതിൽ നിന്ന് പിന്നീട് എല്ലാവരും രമ്യതയിലേക്ക് കഴിയുവാനുള്ളൊരു കാലഘട്ടത്തിലാണ് മുത്തപ്പൻ സങ്കല്പങ്ങൾ വരുന്നത്. വിഷ്ണുവാണ് എന്നും ശിവപുത്രനാണ് എന്നും സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പം വന്നപ്പോൾ എല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രാധാന്യം, അതിനുള്ളൊരു സങ്കല്പം എല്ലാവരിലേക്കും വരികയും ചെയ്തു. ഇങ്ങനെ ഓരോരോ വിശ്വാസങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. യോഗദണ്ഡ്, ഇരുമ്പ് ദണ്ഡുകൾ, വാളുകൾ ഒക്കെയും ആരാധിക്കുന്ന, നാന്നകം വാൾ ഉൾപ്പെടെയുള്ള ശക്തി സാന്നിധ്യങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രദേശമായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാകും.
मनोबुद्ध्यहङ्कार चित्तानि नाहं न च श्रोत्रजिह्वे न च घ्राणनेत्रे. വനത്തിനുള്ളിലെ മറ്റൊരു തറയിലേക്ക് നാം എത്തുന്നു. ഈ തറയിലെത്തുമ്പോഴാണ് ഇവിടെ വിഷ്ണുമൂർത്തി സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കുന്നത്. വിഷ്ണുമൂർത്തി സാന്നിധ്യത്തെക്കുറിച്ച്, തെയ്യത്തെക്കുറിച്ച് ഒക്കെ കാസർഗോഡ് ചീമേനി എന്ന ഗ്രാമത്തിൽ നാം നടത്തിയ യാത്രയിൽ വിശദമായി തന്നെ നാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണുമൂർത്തി ഭാവത്തെ അറിയുമ്പോൾ അതിൽ ചാമുണ്ഡി സങ്കല്പം കൂടി ഒത്തുചേരുന്നുണ്ടെന്ന് അറിയാമല്ലോ. ഇങ്ങനെ ഒന്നിലേറെ, അതായത് ഒരു മടപ്പുരയിൽ തന്നെ ഏതാണ്ട് 18ഓളം മൂർത്തികൾ നിലകൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതിൽ തന്നെ ചില സങ്കല്പങ്ങളെ നാം മനസ്സിലാക്കുകയാണ്. ഇനി മണത്തണയിലെ ഒരു മടപ്പുരയിൽ എത്തുമ്പോൾ കാണേണ്ടതും അറിയേണ്ടതുമായൊരു ചൈതന്യം, ആ ചൈതന്യത്തിന് മുന്നിലേക്കാണ് നാം എത്തുന്നത്. നാം നേരത്തെ പറഞ്ഞു, നാനകം വാളും അതുപോലെ തന്നെ ദേവീ സങ്കല്പങ്ങളും ഒക്കെ വെച്ചിട്ട് ആരാധിക്കുന്ന, വിളക്ക് കത്തിക്കുന്ന ഒരു പതിവാണ് ഇവിടെ ഉള്ളത് എന്ന്. ഇവിടെ ഈ സാന്നിധ്യം പോതിയാണ്. പോതി എന്നാൽ ഭഗവതി എന്നതിൻ്റെ ഒരു ഗ്രാമീണമായ ഉപയോഗമാണ്. ഭഗവതി എന്ന് പറയുന്നതിന് എളുപ്പത്തിൽ പോതി എന്ന് പറയുന്നു. ഇത് പോതിയാണ് എന്ന് പറയുമ്പോൾ ഈ പോതിക്ക് പേര് മുത്താച്ചി പോതി എന്നാണ്. മുത്താച്ചി പോതി എന്ന് പറഞ്ഞാൽ അവരവരെ കാത്തുരക്ഷിക്കുന്ന ഒരു മുത്തശ്ശിയാണ് ഇതിൽ സങ്കല്പിക്കുന്നത്. മുത്താച്ചി പോതിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, മണത്തണപ്പോതി എന്ന് വെച്ചാൽ മണത്തണ എന്ന ഗ്രാമത്തെ കാത്തുരക്ഷിക്കുന്ന ഭഗവതിയെയാണ് ഇവിടെ സങ്കല്പിക്കുന്നത് എന്നർത്ഥം. മണത്തണപ്പോതിക്ക് ആ ഒരു ഭാവമുണ്ട്, പ്രകൃതി ഭാവമുണ്ട് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ മുത്താച്ചി ഭാവം, മുത്താച്ചി എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുത്തശ്ശി. അമ്മ എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു, എന്നാൽ അതുപോലെ ഒരല്പം കൂടി വാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന, മധുരം മാത്രം, ഒട്ടും ശകാരമില്ലാത്ത അമ്മ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ശകാരിച്ചു എന്ന് വരാം. എന്നാൽ മുത്തശ്ശി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുത്താച്ചി എന്ന് പറയുന്ന സങ്കല്പം എപ്പോഴും സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ഭാവമാണ്. ഇവിടുത്തെ മുത്താച്ചിപ്പോതിയും അങ്ങനെ തന്നെയാണ്. ഭക്തരെ, മണത്തണ നിവാസികളെ, ശൈവ വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ, ശാക്തേയ സമ്പ്രദായങ്ങളിൽ വിശ്വസിക്കുന്നവരെ ഒക്കെ സ്നേഹത്തോടെ മാത്രം കാത്തുരക്ഷിക്കുന്ന മണത്തണപ്പോതി. മണത്തണപ്പോതിക്കരികിൽ നിന്ന് പിന്നീട് നാം എത്തുന്നത് വലിയൊരു വൃക്ഷത്തിന് ചുവട്ടിലേക്കാണ്. കാട്ടിൽ വൃക്ഷങ്ങൾ ധാരാളം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ പല വൃക്ഷങ്ങളും ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് വൃന്ദാവനത്തെ ഓർമ്മ വരും. കാരണം വൃന്ദാവനത്തിൽ വെളുപ്പും കറുപ്പും ചേർന്ന വൃക്ഷങ്ങൾ ഒത്തുചേർന്ന് എന്നാൽ അത് രാധാകൃഷ്ണ സങ്കല്പമാണെന്ന വിശ്വാസമുണ്ടല്ലോ. ഇവിടെയും അതുപോലെ രാധാകൃഷ്ണ ഭാവങ്ങൾ എന്ന് തന്നെ നമുക്ക് കരുതാം. കാടിനുള്ളിൽ എല്ലാ മൂർത്തികളുമുണ്ട്. न धर्मो न चार्तो न कामो न मोक्षः चिदानन्दरूपः शिवोऽहं शिवोऽहं. രാധയും കൃഷ്ണനുമാണ് ഈ നിൽക്കുന്നത് എന്ന് തന്നെ വിശ്വസിച്ച് ഈ വനത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ഈ വൃക്ഷത്തിൻ്റെ നേരെ താഴെ മറ്റു ചില സങ്കല്പം, മറ്റൊരു തറ കൂടി കാണുന്നു. ഇവിടെയുള്ളത് ശാസ്തപ്പനാണ്. ശാസ്തപ്പൻ യഥാർത്ഥത്തിൽ ശാസ്താവ് എന്ന സങ്കല്പത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പേരാണ് നമുക്ക് മനസ്സിലാക്കാനാകും. അപ്പോൾ ശാസ്താ സാന്നിധ്യമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാനുമാകില്ല. ശാസ്തപ്പന് പറയുന്ന മറ്റൊരു പേര് കുട്ടിച്ചാത്തൻ എന്നുകൂടിയാണ്. യഥാർത്ഥത്തിൽ ശാസ്താവ് എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉള്ള ഒരു ഗ്രാമ്യമായ ഭാവം. ശാസ്താവ് എന്നത് ഉച്ചരിച്ചാണ് ചാത്തൻ എന്നായി മാറിയതെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ കുട്ടിച്ചാത്തൻ ശാസ്താ സങ്കല്പം തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഇനി ശാസ്താസങ്കല്പവും കഴിഞ്ഞ് നാം കുറച്ചുകൂടി മുന്നിലേക്ക് പോയാൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന, മടപ്പുരയിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ മറ്റൊരു തറ കാണാം. അവിടെ പെരുമ്പഴശ്ശൻ എന്ന സങ്കല്പമാണ് ഉള്ളത്. പെരുമ്പഴശ്ശൻ സങ്കല്പം എന്താണ് എന്നുള്ളതിന് ആധികാരികമായി ഇപ്പോഴൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും പെരുമ്പഴശ്ശൻ എന്ന നാമത്തിൽ നിന്ന് ഒരു പക്ഷേ ഇവിടെ പെരുമ്പറ കൊട്ടി വാണിരുന്ന ഒരു അരശൻ്റെ സാന്നിധ്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ സംശയിക്കാനൊരു കാരണമുണ്ട്. അരശൻ്റെ സാന്നിധ്യം ഇവിടെ വരുന്നത് പോലെ തന്നെ ഇവിടെ പൂജിച്ചിരുന്ന മടയന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പൂജാരികൾക്കാണ് മടയൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മടയൻ്റെ സാന്നിധ്യവും ഇവിടെ നമുക്ക് മറ്റൊരു തറയിൽ കാണാനാകും. मनोबुद्ध्यहङ्कार चित्तानि नाहं न च श्रोत्रजिह्वे न च घ्राणने. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 രാമ
പ്രായോഗിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി, രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. കൊട്ടിയൂർ ദേവസ്വത്തിന് കീഴിലെ മടപ്പുരയാണ് പുഴയ്ക്കൽ മടപ്പുര എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിലകൊള്ളുന്ന വ്യത്യസ്തമായ മൂർത്തിഭാവങ്ങളെ കാണുകയും പറയുകയും ചെയ്തു. ഇവിടുത്തെ ഉത്സവകാലത്ത് ഇവിടെയുള്ള മൂർത്തികൾക്കെല്ലാം തെയ്യം കെട്ടാറുണ്ട്. മുത്തപ്പൻ തെയ്യം വലിയ മുത്തപ്പനെന്നും ചെറിയ മുത്തപ്പനെന്നും 2 ഭാവത്തിൽ കെട്ടാറുണ്ട്. ഗുളികൻ തെയ്യമുണ്ട്, അതുപോലെ തന്നെ വിഷ്ണുമൂർത്തി തെയ്യവും കെട്ടാറുണ്ട്. നാം ഒരു തറയിൽ പറഞ്ഞുവല്ലോ മുത്താച്ചിപ്പോതി എന്ന്. മുത്താച്ചിപ്പോതിയും മണത്തണപ്പോതിയും രണ്ടാണ്. 2 സാന്നിധ്യവും ഒരേ തറയിലുണ്ടെന്ന് വിശ്വാസമുണ്ട്. മണത്തണക്കാളി എന്ന് പറയുന്നത് തന്നെയാണ് മണത്തണപ്പോതി എന്ന് പറയുന്നത്. ഇതിലും ഈ ഒരു പ്രദേശമുണ്ടല്ലോ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് മേലായിപ്പടി എന്നാണ് പറയപ്പെടുന്നത്. മേലായിപ്പടി എന്ന് പറഞ്ഞാൽ കൊട്ടിയൂരിലെ പെരുമാളുടെ പ്രതിപുരുഷന്മാരായി കരുതുന്ന ഊരാളന്മാർക്ക് വന്നിരിക്കാനുള്ള സ്ഥാനമാണ്. ഇതെല്ലാ ക്ഷേത്രങ്ങളും, അത്തിക്കണ്ണ ക്ഷേത്രത്തിൽ നാം കണ്ടുവല്ലോ, ഊരാളന്മാർക്ക് വന്നിരിക്കാനുള്ളൊരു പ്രദേശം. ഇതുപോലെ മിക്ക ക്ഷേത്രങ്ങളും ഉണ്ടാകും. കാരണം അവർ പെരുമാളുടെ തന്നെ പ്രതിനിധികളായതുകൊണ്ട് പെരുമാളുടെ സ്ഥാനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒരു കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൊട്ടിയൂർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇങ്ങനെ ഊരാളന്മാർക്ക് വന്നിരിക്കാൻ ഒരു സ്ഥാനം കാണും. അവിടെ മറ്റാരും ഇരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് വിശ്വാസം. ഇനി ഇവിടെ ഈ ക്ഷേത്രത്തിന് കാവലാളായുള്ളത് നാഗദൈവങ്ങളാണെന്നാണ് വിശ്വാസം. അതുമാത്രമല്ല, നാഗദൈവങ്ങൾക്ക് മറ്റുള്ള പ്രതിഷ്ഠകളൊന്നുമില്ല എങ്കിലും ശരിയായ നാഗം ഇവിടെ ഈ ശ്രീകോവിലിൽ തന്നെ കാവലായുണ്ട്. അത് പലരും ഇവിടെ തെയ്യം കിട്ടുന്ന സമയത്തൊക്കെ വന്നവരൊക്കെ പലരും ആ വളരെ നീളം കുറഞ്ഞൊരു നാഗമാണ്. ആ നാഗത്തെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് വ്യക്തമായി കണ്ടിട്ടുണ്ട്. മുൻപ് കാലത്ത് ഇവിടെ അത് ബ്രിട്ടീഷുകാരാണെന്ന് പറയുന്നുണ്ട്, അതല്ല പിന്നീട് നമ്മുടെ നാട്ടിൽ തന്നെ പോലീസുകാരാണെന്ന് പറയുന്നുണ്ട്. എന്തോ ചില കാര്യങ്ങൾക്കായി ശ്രീകോവിലിനകത്ത് കടക്കാൻ ശ്രമിച്ചപ്പോൾ അവരും ഇതേ നാഗത്തെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. വളരെ നീളം കുറഞ്ഞ വളരെ സുവർണ്ണ നിറത്തിലുള്ള നാഗം. അത് ഇപ്പോഴും ഈ വളരെ അടുത്ത കാലത്തും തെയ്യം കെട്ടുന്നയാൾ നിൽക്കുന്ന സമയത്ത് ശ്രീകോവിലിൽ നിന്ന് മടയനും തെയ്യക്കാരനും മാത്രം കണ്ടു ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്രേ. धर्मज्योतिस्वरूपाय धर्मस्थलरताय च धर्मोद्धरणरागाय മഞ്ജുനാഥായ മംഗളം. മണത്തണയിൽ കാരണവന്മാർക്ക് വലിയ സ്ഥാനമാണുള്ളത്. ഇന്നും അതെ, ഏത് തറവാട് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. പ്രായത്തിൽ മുതിർന്നവരെ വല്ലാതെ അനുസരിക്കുന്ന, വളരെ അച്ചടക്കത്തോടു കൂടി അനുസരിക്കുന്ന ഒരു പുതിയ തലമുറയാണുള്ളത്. അവർ പറയുന്നതാണ് എപ്പോഴും അവസാന വാക്ക്. അതിപ്പോഴും ഇവിടുത്തെ രീതികളിൽ അങ്ങനെ തന്നെയാണ്. കാരണവരെ നിഷേധിച്ചുകൊണ്ട് ഒരു വാക്കും ഒരാളും പറയില്ല. ഇവിടെ ഇപ്പോൾ കാരണവർ തറ കാണുമ്പോഴും കഴകപ്പുരയ്ക്ക് തൊട്ടരികിലാണ് കാരണവർ തറയുള്ളത്. ഈ കാരണവർ തറ കാണുമ്പോഴും നാം മനസ്സിലാക്കുന്നത് ഇതാണ്. അതായത് കാരണവന്മാർക്ക് മടയന്മാർ തന്നെയായിരിക്കണം, മുൻപ് കാലത്തുള്ള മടയന്മാർ തന്നെയായിരിക്കണം കാരണവരെന്ന് വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ ഇത് ഒരു പുഴയ്ക്കൽ മടപ്പുരയുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ കാരണവരാകണം. ഏതായാലും പിതൃക്കളെ ബഹുമാനിക്കുന്ന, തലയ്ക്ക് മുതിർന്നവരെ അനുസരിക്കുന്ന ഒരു തലമുറ എല്ലാ കാലത്തും മണത്തണയിലുണ്ട്, ഇനിയും ഉണ്ടാകണം. മൃത്യുഞ്ജയായ നിത്യായ മഹാശാന്തികരായ ച പഴയ തലമുറയെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകളെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ എപ്പോഴും ഉള്ള മണത്തണ എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിലേക്ക് നാം വന്ന ദിവസം മുതൽ നമ്മെ നിരാശപ്പെടുത്താത്ത കാഴ്ചകളാണ് നാം കാണുന്നത്. പുതിയ പുതിയ അറിവുകൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മെ തേടി വന്നു. ഇതിലൊക്കെയും ഈ മണത്തണ എന്ന ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളെ നമുക്ക് വേണ്ടി, ഉദയാമൃതത്തിന് വേണ്ടി സൂചിപ്പിച്ചു തന്നത് ശ്രീ വിനോദ് മണത്തണയാണ്. മണത്തണ ദേശവാസി തന്നെയാണ് വിനോദ്. മാത്രമല്ല തൻ്റെ നാടിനെക്കുറിച്ച് കുറേ നാളുകളായി ഗവേഷണം നടത്തുകയും തൻ്റെ നാടിൻ്റെ പൈതൃകത്തെ കണ്ടെത്തുവാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നാം ഇതുവരെയും മണത്തണയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരല്പം മുതിർന്ന തലമുറയിൽ നിന്നാണ് മനസ്സിലാക്കിയെങ്കിൽ ആദ്യമായിട്ടാണ് പുതിയ തലമുറയിൽപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നത്.
ഇദ്ദേഹത്തിനോട് നമുക്ക് സംസാരിക്കാനുള്ളത് മണത്തണ ഗ്രാമത്തിൻ്റെ ഈ ഒരു ചൈതന്യത്തെ എല്ലാം മനസ്സിലാക്കുമ്പോൾ മുത്തപ്പനുമായിട്ട് എത്രത്തോളം, മുത്തപ്പൻ സങ്കല്പങ്ങളുമായിട്ട് കൊട്ടിയൂർ എത്ര തീവ്രമായൊരു ബന്ധമാണുള്ളത് എന്നാണ് അത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തരുവാനുമാകും. നമസ്കാരം. ഇപ്പോൾ ഈ ചോദിച്ച പോലെ മുത്തപ്പൻ സങ്കല്പങ്ങൾ കാഞ്ഞിരപ്പുഴയ്ക്ക് അക്കരെ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട് എന്ന് പറയുന്നു. അതായത് കൊട്ടിയൂർ ദേശങ്ങളിൽ മുത്തപ്പൻ സങ്കല്പവുമായിട്ട് ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഉണ്ടായി വരുന്നത്. പക്ഷേ ഈ ഒരു മടപ്പുര വളരെ പഴക്കം ചെന്നതാണ് താൻ. ഇത് മാത്രമേ പാടുള്ളൂ എന്ന് പണ്ട് വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് പെരുമാളുടെ മുത്തപ്പൻ ക്ഷേത്രമാണ്. അപ്പോൾ മുത്തപ്പൻ സങ്കല്പങ്ങൾ കൊട്ടിയൂരിൽ ഇപ്പോൾ നാം പറയുമ്പോൾ എപ്പോഴും പറശ്ശിനിക്കടവ് ആയിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അറിയപ്പെടുന്ന രണ്ടാം പറശ്ശിനി എന്നാണ്. അപ്പോൾ ശരിക്കും രണ്ടാം പറശ്ശിനി എന്ന് പറയുമ്പോൾ പറശ്ശിനിക്കടവിന് തന്നെയാണ് പ്രാധാന്യം വരുന്നത്. മുത്തപ്പൻ സങ്കല്പത്തിന് പറശ്ശിനിക്കടവിന് തന്നെയാണ് പ്രാധാന്യം വരുന്നത്. പക്ഷേ പറശ്ശിനിക്കടവിലേക്ക് മുത്തപ്പൻ എത്തുന്നതിന് മുൻപുള്ള സഞ്ചാരത്തെക്കുറിച്ച് എല്ലായിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ആ സഞ്ചാരത്തിൽ കൊട്ടിയൂർ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ? കൊട്ടിയൂരിൻ്റെ ചരിത്രം പറയുന്നത് മുത്തപ്പൻ കൊട്ടിയൂരിൽ ജനിച്ചു എന്ന് തന്നെയാണ്. കാരണം തിരുവഞ്ചിറയെക്കുറിച്ചും തിരുനെറ്റിക്കല്ലിനെക്കുറിച്ചും എല്ലാ സ്ഥലത്തും പറയുന്നത് മുത്തപ്പൻ ജനിച്ചിരിക്കുന്നത് തിരുവഞ്ചിറയിലെ തിരുനെറ്റിക്കല്ലിൽ വെച്ചിട്ടാണ്. കൊട്ടിയൂരിലാണ് ഈ തിരുവഞ്ചിറയും തിരുനെറ്റിക്കല്ലും ഉള്ളത്. അതുപോലെ തന്നെ മുത്തപ്പൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിലവിലുള്ള കഥകൾ തന്നെ യുക്തിസഹജമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്നതും ഈ കൊട്ടിയൂരിൻ്റെ കഥക്കാണ്. തോറ്റങ്ങളിലും മറ്റ് രേഖകളിലും മുത്തപ്പൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല. മുത്തപ്പൻ്റെ ബാല്യകാലങ്ങളിലെക്കുറിച്ച് പറഞ്ഞതായിട്ട് കണ്ടിട്ടുള്ളൂ. ഈ മുത്തപ്പൻ കഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ യുക്തിസഹജമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ മലനിരകളും കാടും കുറിച്യരും മുത്തപ്പൻ്റെ ജനിച്ച സമയത്തുള്ള ബന്ധങ്ങൾ. കുറിച്യരൊക്കെ ഉള്ളത് കൊട്ടിയൂരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏതോ നൂറ്റാണ്ടിൽ തുടങ്ങി മുത്തപ്പൻ സ്ഥാനവും മുത്തപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യവും ചടങ്ങുകളും ആചാരങ്ങളും കൊട്ടിയൂർ നിലനിൽക്കുന്നുണ്ട്. കാരണം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ സ്ഥിരവാസ കേന്ദ്രമാണ്. അവിടുന്ന് ഇങ്ങോട്ട് മുത്തപ്പൻ വന്നതായിട്ട് ഒരു രേഖയിലും പറയുന്നില്ല. മറിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടൊരു മുത്തപ്പൻ വരവുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതെന്താണ് ശരിക്കും? ഇളനീരാട്ട ദിവസം മുത്തപ്പൻ വരവുണ്ട് അവിടെ. കൊട്ടിയൂരിൽ മുത്തപ്പൻ വരവ് എന്ന ചടങ്ങുണ്ട്. അത് കൊട്ടേരിക്കാവിൽ ഈ രീതിയിലുള്ള മുത്തപ്പനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം തിരുവഞ്ചിറയിലേക്ക് മുത്തപ്പൻ ഇറങ്ങി വരുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ചടങ്ങല്ല, ഏതോ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ആചാരമാണ്. പറശ്ശിനിക്കടവിൽ ചെന്നെത്താൻ കഴിയാത്തവർക്ക് അവിടത്തേക്ക് നേർന്ന നേർച്ചകളും മറ്റ് പ്രാർത്ഥനകളും പുഴക്കൽ മടപ്പുരയിൽ ചെയ്താൽ മതി എന്നൊരു വിശ്വാസം പണ്ട് മുതലേ ഉണ്ട്. കാരണം മുത്തപ്പൻ ഒരുപക്ഷെ മുത്തപ്പൻ കഥകൾ നോക്കുവാണെങ്കിൽ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ എത്തുന്നതിന് മുന്നേ വിശ്രമിച്ചൊരു സ്ഥലമാണ്. കൊട്ടിയൂരിൽ നിന്നുള്ള യാത്രാമധ്യേ പുഴക്കൽ മടപ്പുരയിൽ ഇവിടെ എത്തി ഇവിടെ വിശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് മടപ്പുര ഉണ്ടായിട്ടുണ്ടാവുക. അതിനുശേഷം പുരളിമല, ഇവിടെ നിന്ന് തൊട്ടടുത്ത സ്ഥലമാണ് പുരളിമല. പുരളിമലയ്ക്ക് ശേഷമാണ് കുന്നത്തൂർപ്പാടി വരുന്നത്. ഇതൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ട് പോവുകയാണ്. പുരളിമല, കുന്നത്തൂർപ്പാടി, പിന്നെ സ്ഥിരവാസ സ്ഥലമായ പറശ്ശിനിക്കടവിൽ മുത്തപ്പനെത്തി അവിടെ നിന്നു എന്നാണ്. ശരിക്കും ഈശ്വരൻ ഈ പ്രകൃതിയെ മുഴുവൻ, ലോകത്തെ മുഴുവനുമാണ് കാത്തുരക്ഷിക്കുന്നത്. അങ്ങനെയുള്ള മൂർത്തികൾക്ക് ദേശവാസം അല്ലെങ്കിൽ ദേശത്തിൻ്റെ അതിർത്തികളോ ഒരു പ്രശ്നമേ അല്ല. ഒരു ദേശത്തിൽ തന്നെ, ഒരു ദേശം തന്നെയാണ്, അല്ലെങ്കിൽ ഇതാണ് ഒരു ഈശ്വരൻ്റെ ദേശമെന്ന് നമുക്ക് പറയാനാകില്ല. ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വര സാന്നിധ്യങ്ങളുടെ ദേശഭൂമി തന്നെയാണ്. അതിൽ തന്നെ മുത്തപ്പൻ സകല പ്രാർത്ഥനകളും കേൾക്കുന്ന മൂർത്തിയാണ്. പറശ്ശിനിക്കടവിൽ സാന്നിധ്യമാകുന്ന മുത്തപ്പൻ സാന്നിധ്യം ഇന്ന് ലോകത്ത് പലയിടത്തും സാന്നിധ്യമാകുന്നുണ്ട്, ചൈതന്യമാകുന്നുണ്ട്. ആ സഞ്ചാരത്തിൻ്റെ കഥകൾ നാം എപ്പോഴും പറയുമ്പോഴും ഭഗവതികളായാലും അതുപോലെ തന്നെ മഹാദേവ സാന്നിധ്യമായാലും വൈഷ്ണവ സാന്നിധ്യമായാലും മുത്തപ്പൻ സങ്കല്പമായാലും ശാസ്താ സങ്കല്പമായാലും ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ആ ദേശങ്ങളിലെല്ലാം കാവലാളായിക്കൊണ്ടേയിരുന്നു. ആ അനുഗ്രഹം തന്നെയാണ് തലമുറ കൈമാറി നമുക്ക് ലഭിക്കുന്നത്. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്.